വിഷ്ണു, നമ്മൾ ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് പോലീസിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന തരത്തിലേക്കാണ് മറുപടി പറയുന്നത്. ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഒരിക്കൽ കൂടി അതിലേക്ക്. രാത്രി 10:58 ഡാൻസ് ഓഫിന്റെ പരിശോധന. ആ പരിശോധന ഏതെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമെന്നത് ഉറപ്പല്ലേ? അനുജ, സംഭവം ഇങ്ങനെയാണ്. രാത്രിയോടുകൂടി തന്നെ ഡാൻസ് ഓഫ് കൊച്ചി യൂണിറ്റ് 4 ഒരു വിവരം ലഭിക്കുന്നു. ഈ എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അവിടെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന വിവരമാണ് ഡാൻസ് ഓഫ് യൂണിറ്റ് 4 ലഭിക്കുന്നത്. അങ്ങനെയാണ് അവർ 10:50 ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറി ഏതാണെന്ന് റിസപ്ഷനിൽ ചോദിക്കുന്നു. 3-ാം നിലയിലെ 314-ാം മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളതെന്ന റിസപ്ഷനിൽ നിന്ന് മറുപടി ലഭിച്ചു. ആ മറുപടി അടിസ്ഥാനത്തിൽ ഈ പോലീസ് സംഘം, 5-അംഗ പോലീസ് സംഘം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവർ മുകളിലേക്ക് പോകുന്നു. അവിടെ മുറിയിൽ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ഒപ്പമുണ്ടായിരുന്ന ആളെ അവിടെ നിർത്തി ഇയാൾ പുറത്തേക്കിറങ്ങി ഓടിപ്പോയി. ആ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് CCTVയിലാണ് പോലീസിന് ലഭിക്കുന്നത്. ആ മുറിയിലുണ്ടായിരുന്ന ഒരാളെ, ഷൈൻ ടോം ചാക്കോക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ പോലീസ് വിശദമായി പരിശോധിച്ചു. പക്ഷേ അയാളുടെ പക്കൽ നിന്നോ ആ പരിസരത്തു നിന്നോ ലഹരി സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാർക്കോട്ടിക് ACPയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോ ഓടിപ്പോയതിലാണ് നിലവിൽ പോലീസിൻ്റെയും ഡാൻസ് ഓഫിൻ്റെയും ഒക്കെ ഒരു ദുരൂഹത നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ അത്തരം സാധ്യതകളോ ഒന്നുമില്ല എങ്കിൽ എന്തിനാണ് ഓടിപ്പോകേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ഡാൻസ് ഓഫ് ഉയർത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈനെ വിളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തിനാണ് ആ മുറിയിൽ നിന്ന് ഓടിപ്പോയത്, ഷൈന്റെ പരിശോധനയിൽ എന്താണ് അവർക്ക് ലഭിച്ചത് എന്നത് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ വിഷ്ണു? അനുജ, ആ പരിശോധനയിൽ ആ മുറിയിൽ നിന്ന് കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പുള്ള പ്രതികരണം ലഭിച്ചത്. പക്ഷേ അവിടെ ലഹരി ഉപയോഗം, അതായത് ലഹരി അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരം അവർക്ക് ലഭിച്ചിരുന്നു. ഒരു പക്ഷേ ആ ലഹരി തൻ്റെ പക്കൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയത് എന്നൊരു അനുമാനത്തിലാണ് ഡാൻസ് ഓഫും നാർക്കോട്ടിക്സിലും ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈനെ വിളിപ്പിച്ച വിശദമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം അല്ലെങ്കിൽ ഡാൻസ് ഓഫും പോലീസും ഒക്കെ പോയിട്ടുള്ളത്. ഇന്നലെ നടന്ന പരിശോധനയിൽ അവിടെ ഉണ്ടായിരുന്ന ആളിൽ നടത്തിയ ആ മുറിയിൽ നടത്തിയ പരിശോധനയിലും കാര്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ലഹരി സാന്നിധ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ലഹരി എത്തിയിട്ടുണ്ട്. അതുണ്ടായതുകൊണ്ട് ഷൈൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് അന്വേഷണം മാത്രമല്ല, ഷൈനെതിരെ എക്സൈസിന്റെ അന്വേഷണവും നടക്കുന്നു. വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനെതിരെ എക്സൈസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഷൈൻ ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സെറ്റിൽ വെച്ച് വെളുത്ത പൊടി ഉപയോഗിക്കുന്നത് കണ്ടു. അത് നിരന്തരം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത്. പിന്നീട് അവർ കുറച്ചുകൂടി വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഏറ്റവും ഒടുവിലായി ആർക്കെതിരെയാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി ഇന്ന് അല്പസമയം മുൻപ് പുറത്തു വന്നു. പിന്നീടാണ് ഇങ്ങനെയൊരു ദൃശ്യം 24 പുറത്തുവിടുന്നത്.